പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 1067 എപ്പിസോഡാണിത്. ഇന്ന് ഇവിടെ അമേരിക്കയിൽ ജനുവരി 28 2026. നാട്ടിൽ 29 നമ്മളങ്ങനെ ഈ പുതിയ പദ്ധതി ധ്യാനിപ്പിക്കാൻ പോകുന്ന സ്ഥലത്തെല്ലാം സംവിധാനങ്ങൾ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് ഇടവേളകളിലെല്ലാം കാറ്റഗിസവും കഠിനാവരെയും പഠിപ്പിക്കുക എന്നത് വിജയകരമായി നടക്കാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഇത് വേണം, ഇത് വളരെ ആവശ്യമാണെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഞാനും പഠിക്കുകയാണ്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ വിദ്യാർത്ഥികളാണ്. സഭാമാതാവിൻ്റെ ഈ പ്രബോധനങ്ങൾ പഠിക്കുന്നതിലൂടെയാണ് വിശ്വാസം വളരുന്നത്. വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് ലോകത്തിൻ്റെ മേലുള്ള വിജയം. 2565 ഖണ്ഡികയിൽ പറയുന്നത്, പരിശുദ്ധ രാജകീയ തത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. എന്താണ് കൃപാവരം? എന്താണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം? പരിശുദ്ധ രാജകീയ തത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിലെ കൃപാവരം. നമ്മൾ തുടർന്ന് പ്രവചനത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ എന്ന് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം നമ്മൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അത്ഭുതം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലെ ആത്മാവേ അധിക ബലം തരണേ. എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിച്ചത് പ്രാർത്ഥിക്കുക. ഭാഷാവരത്തിൽ സ്തുതിക്കുക. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷണപരമനുസരിച്ച് എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി. ശാലബല ഹലബല ഹലബല ഹലബല. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണേ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങ് പ്രാർത്ഥിക്കണേ. ശാല ഹലബല ഹലബല ഹലബല. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണേ. ശാലബല ഹലബല 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 ഹലബല. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണേ. ശാലബല ഹലബല 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 ഹലബല. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണേ. ഭാഷാവരത്തിലുള്ള പ്രവചനപരം, രോഗശാന്തിപരം, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. അതോടൊപ്പം ഈശോ അരുളി ചെയ്തു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അവൻ പഠിപ്പിക്കും. തുടർന്ന് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, 1 സാമുവേൽ 10:6 പറയുന്നത്, അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇതാണ് വളരെ പ്രധാന കാര്യം. ശൗലിനോട് പറയാണ്, നീ മറ്റൊരു മനുഷ്യനായി മാറും. സ്നേഹമുള്ളവരെ, അതാണ് ആത്മാവിനാൽ നിറഞ്ഞ നമ്മളെല്ലാവരും. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ യേശുവിൻ്റെ ത്രിവിധ അഭിഷേകം കൊണ്ട് നിറയുമ്പോൾ മറ്റൊരു മനുഷ്യനായി മാറും. തുടർന്ന് സാമുവേൽ 10:10
എന്താ പറയണേ, ശൗലും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവരിൽ ശക്തമായി പ്രവർത്തിച്ചു. അവരും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. തുടർന്ന് പുതിയ നിയമത്തിൽ പൗലോസ്ലിയുടെ ലേഖനങ്ങളിൽ 1 കൊറിന്ത്യർ 14:1 14:39 14-ാം അധ്യായത്തിൽ 2 വർഷം പറയുകയാണ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കൊരിന്ത്യർ 14:39 പറയുന്നത്, ആകയാൽ എൻ്റെ സഹോദരരെ, പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ നമ്മൾ പ്രവചനത്തിലേക്ക് നീങ്ങാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ശന്തല ഹലബല ഹലബല. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഹലബല 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 ശാലബല ഹലബല ഹലബല. Come Holy Spirit, come Holy Spirit. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord from heaven come down. Let the anointing of the Lord come down. Holy Spirit. Waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness. That is who you are. Yes, ready? Charamikira, labura makara, kala bila, labia, labara, lambara, kira makara. എന്റെ ജനമേ, എന്റെ വാത്സല്യഭാജനങ്ങളെ, എന്റെ അഭിഷേകം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എന്റെ അഭിഷേകം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എന്റെ അഭിഷേകം നിങ്ങളിൽ ശക്തി പകരും. എന്റെ അഭിഷേകം നിങ്ങളെ ശുശ്രൂഷകൾക്ക് അഭിഷേകം നൽകും. നിങ്ങളുടെ ശുശ്രൂഷകളെ എന്റെ അഭിഷേകമുള്ള ശുശ്രൂഷകളാക്കി മാറ്റും. നിങ്ങൾ ആത്മാക്കൾക്ക് അനേകം ആത്മാക്കളെ നേടും. ഞാൻ തന്നെ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചു. എന്റെ അഭിഷേകം അളവില്ലാത്തതാണ്. എന്റെ അഭിഷേകം അതിരുകളില്ലാത്തതാണ്. എന്റെ അഭിഷേകം ധാരാളമായി ഞാൻ ചൊരിയുന്നു. എന്റെ അഭിഷേകം അതിശക്തമായി ഞാൻ ചൊരിയുന്നു. എന്നാൽ എന്റെ അഭിഷേകത്തിനായി നിങ്ങൾ ദാഹിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ, അവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ. എത്രമാത്രം വേണമെങ്കിലും കുടിക്കാം. എന്റെ ജനമേ,
എന്റെ വാത്സല്യഭാജനങ്ങളെ, എന്റെ അഭിഷേകത്തിന്റെ സാന്ദ്രത നിങ്ങൾക്കറിയുമോ? എന്റെ അഭിഷേകത്തിന്റെ കരുത്ത് നിങ്ങൾക്കറിയുമോ? എന്റെ അഭിഷേകത്തിലൂടെയാണ് നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നത്. എന്റെ അഭിഷേകത്തിലൂടെ നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കും. എന്റെ ജനമേ, വിശ്വാസം വളർന്നാൽ മാത്രമേ ശുശ്രൂഷ വളരുകയുള്ളൂ. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും അത്ഭുത രോഗശാന്തികൾ നടത്തുന്നതിനും വിശ്വാസം വർദ്ധിക്കണം. എന്റെ വചനത്തിലുള്ള വിശ്വാസം, ഞാൻ അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള വിശ്വാസം. എന്റെ ജനമേ, ഞാൻ തന്നെ നിങ്ങൾക്ക് എന്റെ വിശ്വാസം പകർന്നിരിക്കുന്നു. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എന്റെ ജനമേ, വിശ്വാസം വർദ്ധിക്കുന്നതിനായി ഇതാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ അഭിഷേകം നൽകുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ വർദ്ധിപ്പിക്കുന്നു. എന്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ രോഗശാന്തികൾ കൈവയ്ക്കുമ്പോൾ നടക്കും. ഒന്നുകൊണ്ടും ഉദാസീനരാകാതെ വിശ്വാസം വർദ്ധിപ്പിക്കുവിൻ. വിശ്വാസം വർദ്ധിപ്പിക്കുവിൻ. Praise the Lord. Praise the Lord. Praise the Lord. ശ്രീയുള്ളവരെ, ശരിക്കും വിശ്വാസം വേണം. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും പുതിയ ഭാഷകൾ സംസാരിക്കുകയും ചെയ്യും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഇന്ന് രാവിലത്തെ സെഷനിൽ കണ്ട രോഗശാന്തികൾ, കൈയുടെ റിസ്റ്റിന് വേദന, എൽബോയിന് വേദന, നെക്കിന് വേദന, ഇതെല്ലാം ഒരാൾക്ക് തന്നെ സൗഖ്യം കിട്ടിയതായി പിന്നീട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. വരുവിൻ, നമുക്ക് ഈശോ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16:20 പറയുന്നത്, അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു. അപ്പോൾ കർത്താവ് അടയാളങ്ങളിലൂടെ അവരുടെ പ്രബോധനത്തെ സ്ഥിരീകരിച്ചു. അടയാളങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കാണിച്ചു തരുന്ന സൗഖ്യം ഇങ്ങനെയാണ്. ശക്തമായ നടുവേദന ഉണ്ടായ ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. അതോടൊപ്പം മറ്റൊരാളെ സൗഖ്യപ്പെടുത്തുന്നത് മുട്ടുകാലിന് വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. പിന്നെ തലയിൽ തലവേദന ഉള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. നടുവേദന, മുട്ടുവേദന, തലവേദന. വരുവിൻ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനാ വൈവിധ്യവും രഹസ്യത്തിന്റെ ഏകത്വവുമാണ്. അത് പ്രധാനമായും നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ അറിയാവുന്നത് പോലെ പല റീത്തുകൾ എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ്. എന്നാൽ ഇതിന് ഏറ്റവും ഭംഗിയായ ഉത്തരം 1201 പറയുന്നു. 1201 ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി
പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. റീത്തുകളുടെ ഉത്ഭവം മൂലം സഭയിൽ കർത്താവിനെ കുറിച്ചുള്ള ദൈവിക രഹസ്യങ്ങളുടെ വലിയ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു. എന്നാൽ ഈ രഹസ്യങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ല. എന്ത് രഹസ്യം? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു കുർബാന കാണണം, പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും എന്നാ ചെയ്യാൻ? ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്, വളരെ മോശം. അതൊരു വിശ്വാസിയുടെ അതിരത്തിൽ നിന്ന് വരാൻ പാടില്ല. അത്രയ്ക്ക് വില പിടിച്ച് യേശുക്രിസ്തു തന്റെ രക്തം ചിന്തി നമുക്ക് വേണ്ടി നേടിത്തന്ന ഈ ദൈവിക രഹസ്യത്തെ അതിന്റെ ആഴങ്ങളിൽ അറിയാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ സംവിധാനമാണ് 24 റീത്തുകൾ. 24 റീത്തുകൾ. ഓക്കെ, അപ്പൊ അത് ഞാൻ പല പ്രാവശ്യം പറയണു, ഇനിയും പറയും. കാരണം ഇതൊരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാവും. നമ്മൾ ആരെയും വിമർശിക്കില്ല. ഇത് കുർബാന തന്നെ അർപ്പിക്കുമ്പോൾ അത് സ്നേഹത്തിന്റെ ബലിയാണെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ ബലിയാണെങ്കിൽ നമ്മളെല്ലാവരോടും സ്നേഹത്തിലും സൗമ്യതയിലും പരസ്നേഹത്തിലും ഈശോ തന്നെ നൽകിയ പുത്തൻ പ്രമാണം തന്നെ ഒറ്റ പ്രമാണമുള്ളൂ. ഇനി യഹൂദര് 10 പ്രമാണങ്ങളെ 600 ശിഷ്ടം പ്രമാണങ്ങളാക്കി മനുഷ്യനെ ഭാരപ്പെടുത്തി. ആ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ. എന്നാൽ എന്താണ് സുവിശേഷം? ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രമാണമേ ഉള്ളൂ. 10 പ്രമാണത്തിന് പകരം ഒറ്റ പ്രമാണമേ ഉള്ളൂ. എന്താണത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുക. ആ ഒരു പ്രമാണം പൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മൾ ക്രിസ്തു ശിഷ്യനാവുന്നുള്ളൂ. വീണ്ടും ഈശോ അതിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കൽപ്പന പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യനാവുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവസാനം പറയുന്നുണ്ട്, എൻ്റെ ശിഷ്യനാരെന്ന് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും, പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ. വളരെ എളുപ്പമൊന്നുമല്ല അത്. അതുകൊണ്ട് 14-ാം അധ്യായത്തിൽ ഈശോ മറ്റൊരു സഹായനെ കൂടി നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് നിങ്ങൾ നിറയും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അതുമൂലം. നമ്മുടെ അറിവോ ജ്ഞാനമോ ഒന്നുമല്ല, സ്നേഹമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്കിപ്പോൾ തന്നെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞത് ഇത് തന്നെയാണ്, എൻ്റെ അഭിഷേകം നിങ്ങളെല്ലാ കാര്യങ്ങളും നടത്തിത്തരും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്കുണ്ടെങ്കിലല്ലേ ഈ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധാത്മാവേ, fill me, fill me, fill me, love, joy, peace. Fill me, fill me, fill me, love, joy, peace. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഇനി അത് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലെങ്കിൽ, സമയമില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പ്രാർത്ഥിക്കുക. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹം നിറയ്ക്കണമേ. ഫിൽ മീ, ഫിൽ മീ, ഫിൽ മീ. ലവ്, ജോയ്, പീസ്. ഫിൽ മീ, ഫിൽ മീ, ഫിൽ മീ. ലവ്, ജോയ്, പീസ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആരാധനയും വൈവിധ്യവും എന്ന ഭാഗത്തിൽ 1204 മാർജിനൽ പാരഗ്രാഫ് 2527. ഇന്നലെ അത് വായിച്ചെങ്കിലും അത് ധൃതിയിൽ അങ്ങ് വായിച്ചു പോയി. ഞാൻ സമയം അധികമായതുകൊണ്ട് അതൊന്നുകൂടി നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു. 2527 പറയുന്നത്, ക്രിസ്തുവിന്റെ സുവിശേഷം അധപ്പതിച്ച മനുഷ്യന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും നിരന്തരം നവീകരിക്കുന്നു. പാപത്തിന്റെ നിരന്തരമായ ആകർഷണത്തിൽ നിന്ന് പ്രവഹിക്കുന്ന തെറ്റിനോടും തിന്മയോടും അത് സമരം ചെയ്യും, ശുദ്ധീകരിക്കുകയും ഉദാത്തമാക്കുകയും ചെയ്യുന്നു. അതോരോ യുഗത്തിന്റെയും ജനതയുടെയും ആധ്യാത്മിക ഗുണങ്ങളെയും നിക്ഷേപങ്ങളെയും ആദാനം ചെയ്യുന്നു. അതോരോ യുഗത്തിന്റെയും ജനതയുടെയും ആധ്യാത്മിക ഗുണങ്ങളെയും നിക്ഷേപങ്ങളെയും ആദാനം ചെയ്യുന്നു. ഒന്നുകൂടി വായിക്കാം. ക്രിസ്തുവിന്റെ സുവിശേഷം അധപ്പതിച്ച മനുഷ്യന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും നിരന്തരം നവീകരിക്കും. ഇവിടെയാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത്. 10 കൽപ്പന അറിഞ്ഞതുകൊണ്ട്, മോശയുടെ 10 കൽപ്പന വെച്ചുകൊണ്ടാണ് നമ്മൾ കുമ്പസാരത്തിന് ഒരുക്കുന്നത്. കൽപ്പന അറിഞ്ഞതുകൊണ്ട് ഒരുവനും നവീകരിക്കപ്പെടുന്നില്ല. കൽപ്പന അറിഞ്ഞതുകൊണ്ട് ഒരുവനും പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. പാപമോചനവും ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയും യേശുക്രിസ്തുവിലൂടെയുമാണ്, കൽപ്പന പാലിക്കുന്നതിലൂടെ അല്ല. ഇത് കേട്ടാൽ എല്ലാവരും വിചാരിക്കും, കൽപ്പന പാലിക്കേണ്ടതല്ലോ. കൽപ്പന പാലിക്കണം. കൽപ്പന പാലിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല. കാരണം രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം, ആ സുവിശേഷത്തിൽ നമ്മൾ ആഴപ്പെടണം. എല്ലാ സഭകളുടെയും അന്തരാർത്ഥം അതാണ്. സീറോ മലബാർ സഭയായാലും സീറോ മലങ്കര സഭയായാലും ലത്തീൻ സഭയായാലും എല്ലാത്തിൻ്റെയും പറയുന്നത്, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. 10 പ്രമാണത്തിൽ വിശ്വസിക്കണമെന്നല്ല. ആ പ്രമാണങ്ങളെക്കാൾ കൂടുതലായി യേശുവിന്റെ പ്രമാണങ്ങൾക്ക് വില കൊടുക്കണം. യേശുവിന്റെ നിയമം ഗലാത്യ ലേഖനം 6:2 പറയുന്നത്, നിങ്ങൾ യേശുവിന്റെ നിയമം പാലിക്കണം. മോശയുടെ നിയമം മാത്രം പാലിച്ചാൽ പോരാ. അവരോട് പറയാണ്, ക്രിസ്തുവിന്റെ സുവിശേഷം അധപ്പതിച്ച മനുഷ്യന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും നിരന്തരം നവീകരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ കഴിയുന്നതും ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിലൂടെ നാം എന്നും നവീകരിക്കപ്പെടും. പാപത്തിന്റെ നിരന്തരമായ ആകർഷണത്തിൽ നിന്നും പ്രവഹിക്കുന്ന തെറ്റിനോടും തിന്മയോടും അത് സമരം ചെയ്യും. നമ്മളല്ല സമരം ചെയ്യണേ, സുവിശേഷം, യേശുവിന്റെ വചനം, യേശു തന്നെ സമരം ചെയ്യും. യേശുവിന്റെ വചനം യേശു തന്നെയാണ്, ഒരു വ്യക്തിയാണ്, പിതാവിന്റെ സത്തയാണ്, പിതാവിന്റെ അറിവാണ്, പിതാവിന്റെ ജ്ഞാനമാണ്. അത് ആ വചനം
നമ്മളിൽ പ്രവർത്തിക്കുന്നു, നിരന്തരം നവീകരിക്കുന്നു. പാപത്തിന്റെ നിരന്തരമായ ആകർഷണത്തിൽ നിന്ന് പ്രവഹിക്കുന്ന തെറ്റിനോട് തിന്മയോടും അത് സമരം ചെയ്യുകയും അവയെ നീക്കിക്കളയുകയും ചെയ്യുന്നു. അത് ജനതകളുടെ ധാർമ്മികതയെ നിരന്തരം ശുദ്ധീകരിക്കുകയും ഉദാത്തമാക്കുകയും ചെയ്യുന്നു. അത് ഓരോ യുഗത്തിൻ്റെയും ജനതയുടെയും ആധ്യാത്മിക ഗുണങ്ങളെയും നിക്ഷേപങ്ങളെയും ആദാനം ചെയ്യുന്നു. ഓരോ യുഗത്തിൻ്റെയും ജനതകളുടെയും ഓരോ കാലഘട്ടത്തിലും ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ളവരെ അവരുടെ ആധ്യാത്മിക ഗുണങ്ങളെയും നിക്ഷേപങ്ങളെയും ആദാനം ചെയ്യുന്നു. അഭൗമിക സമ്പത്തുകൾ കൊണ്ട് അവ ആന്തരികമായെന്ന പോലെ പുഷ്പിക്കാൻ കാരണമാകുന്നു. അവയെ ക്രിസ്തുവിൽ ശക്തിപ്പെടുത്തുകയും പൂർണ്ണമാക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ 1205 പോകാം. 1205 ആരാധനയിൽ സർവോപരി കൂദാശകളുടെ ആഘോഷത്തിൽ ദൈവികമായി സ്ഥാപിക്കപ്പെട്ടതും സഭയെ സൂക്ഷിപ്പിനായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ ഭേദപ്പെടുത്താനാവാത്ത ഒരു ഭാഗമുണ്ട്. അതുപോലെ ഭേദപ്പെടുത്താവുന്ന ഭാഗങ്ങളുമുണ്ട്. സമീപകാലത്ത് സുവിശേഷവൽക്കരിക്കപ്പെട്ട ജനതകളുടെ സംസ്കാരങ്ങൾക്കനുസരിച്ച് അത്തരം ഭാഗങ്ങളെ അനുരൂപപ്പെടുത്താനുള്ള അധികാരവും ചില സന്ദർഭങ്ങളിൽ അതിനുള്ള ചുമതലയും സഭയ്ക്കുണ്ട്. അതാണ് ആരാധനയിൽ സർവോപരി കൂദാശകളുടെ ആഘോഷത്തിൽ ദൈവികമായി സ്ഥാപിക്കപ്പെട്ടതും സഭയുടെ സൂക്ഷിപ്പിനായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഉള്ളതുമായ ഭേദഗതി പെടുത്താനാവാത്തൊരു ഭാഗമുണ്ട്. അതുപോലെ മാറ്റം വരുത്താവുന്ന ഭാഗങ്ങളുമുണ്ട്. സമീപകാലത്ത് സുവിശേഷവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ സംസ്കാരങ്ങൾക്കനുസരിച്ച്, അതായത് ഈ അടുത്ത കാലത്ത് സുവിശേഷത്തിലേക്ക് വന്ന് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ അവർക്ക് കൂടുതൽ അനുഭവം ഉണ്ടാകാൻ വേണ്ടി അത്തരം ഭാഗങ്ങളെ അനുരൂപപ്പെടുത്താനുള്ള, അവർക്ക് സൗകര്യമുള്ള തരത്തിൽ മാറ്റിക്കൊടുക്കാനുള്ള അധികാരം ചില സന്ദർഭങ്ങളിൽ അതിനുള്ള ചുമതലയും സഭയ്ക്കുണ്ട്. അപ്പൊ ഈ നമ്മളെല്ലാവരും ജന്മനാ ക്രിസ്ത്യാനികളായി ജനിച്ചവരാണ്. എന്നാൽ അതേ സമയത്ത് മറ്റു ചിലർ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയാണ് യേശുവിനെ അറിഞ്ഞതും. അങ്ങനെ അവരായിരിക്കുന്ന അവരുടെ പഴയ മതാനുഷ്ഠാനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ട് നമ്മുടെ ശുശ്രൂഷയ്ക്കും കൗദാശിക ജീവിതത്തിലേക്ക് വരണം. അപ്പൊ അതിന് നമ്മൾക്ക് സഭ ചില വിട്ടുവീഴ്ചകൾ അനുവദിക്കാം. ഉദാഹരണത്തിന്, തീർച്ചയായിട്ടും മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞാലേ അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പങ്കുകൊള്ളാം. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ചില സ്ഥലത്ത് മാമോദീസ സ്വീകരണം തന്നെ അല്പം അയവ് ചെയ്തു കൊടുക്കും. അവർ മറ്റൊരു മതത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തീയ വിഭാഗത്തിൽ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം കത്തോലിക്ക സഭയിൽ നേരിട്ട് കയറാം
എന്നിട്ട് അത് നവീകരിച്ചാൽ മതി, വേറൊരു മാമോദീസ സ്വീകരിക്കണ്ട. അങ്ങനെയുള്ള ആനുകൂല്യങ്ങളെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മാർജിനൽ പാരഗ്രാഫ് ഇതാണ്: ഇക്കാരണത്താൽ കൂദാശപരമായ ഒരനുഷ്ഠാനക്രമവും ശുശ്രൂഷകന്റെയോ സമൂഹത്തിന്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കാനോ വ്യത്യാസപ്പെടുത്താനോ പാടില്ല. കൂദാശപരമായ ഒരനുഷ്ഠാനക്രമവും ശുശ്രൂഷകന്റെയോ സമൂഹത്തിന്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കാനോ വ്യത്യാസപ്പെടുത്താനോ പാടില്ല. സഭയിലെ പരമാധികാരി പോലും തന്നിഷ്ടം പോലെ ലിറ്റർജി വ്യത്യാസപ്പെടുത്താൻ പാടില്ല. പിന്നെയോ വിശ്വാസപൂർവമായ അനുസരണത്തോടും ആരാധനാ രഹസ്യത്തോടുമുള്ള മതാത്മകമായ ആദരവോടുകൂടിയേ അങ്ങനെ ചെയ്യാവൂ. അതായത് സഭയിലൊരു കോമ്പിറ്റന്റ് അതോറിറ്റി ഉണ്ട്, അവർ മാത്രമേ ലിറ്റർജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ലിറ്റർജിയിൽ നമ്മുടെ തക്സയിലുള്ള പ്രാർത്ഥനകൾ ഒന്നും നമുക്ക് മാറ്റാൻ യാതൊരു അധികാരമില്ല, ഒരാൾക്കും അധികാരമില്ല. അതിന് അധികാരമുള്ള സഭാ അധികാരികൾക്കേ പാടുള്ളൂ. ഇത് വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ ഗായക സംഘവും അവരെല്ലാം അവർക്ക് ഇഷ്ടമുള്ള പാട്ടൊന്നും പാടാൻ പാടില്ല. തക്സയിൽ കൊടുത്തിരിക്കുന്ന ലിറ്റർജിക്കൽ സോങ്സ് മാത്രമേ പാടാവൂ. വരുവിൽ നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്.